ജനലിൻ്റെ കർട്ടനൊക്കെ മാറ്റി ആ ജനലൊക്കെ പയ്യൊന്ന് തുറന്നിട്ടിട്ട് ആ ജനൽപ്പടിയിലിരുന്ന് ഈ ഭക്ഷണവും കഴിച്ച് ആ നഗരവും കണ്ടുകൊണ്ട് ബെർലിനും കണ്ടുകൊണ്ട് അത്താഴം കഴിക്കുന്ന ഒരു സമയമുണ്ട്. ഈ സമയമാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ പോലും അത്തരം ഭ്രമങ്ങൾ മനസ്സിൽ കയറുന്ന ഒരു പ്രായത്തിൽ കേരളം വേണോ കാനഡ വേണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാത്ത ഉത്തരവേ ഉള്ളൂ. വീട്ടിൽ കാശുണ്ടെങ്കിൽ, കാരണവന്മാർക്ക് പണയം വെക്കാൻ പറമ്പുണ്ടെങ്കിൽ കാനഡയ്ക്ക് തന്നെ പോകാൻ തീരുമാനിക്കും. അത് ഏറ്റവും ശരിയായ ഒരു തീരുമാനമാണോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. നമ്മളെ എടപ്പള്ളിയിൽ ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവർ പണിത് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ വൈറ്റില ജംഗ്ഷനിൽ നമ്മളൊരു ഫ്ലൈ ഓവർ കഴിയുമ്പോൾ നമുക്ക് എത്ര ദീർഘവീക്ഷണമുണ്ട്. ഇനി അതിൻ്റെയും കൂടെ മുകളിൽ കൂടി 6 വരിയുടെ ഒരു ഫ്ലൈ ഓവർ വരേണ്ട ഗതികേടിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് പൊളിച്ച് കളയണം, അതിൻ്റെ അടിയിൽ കൂടെ പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീക്ഷണം. ഒരു വലിയ എയർപോർട്ടിനെ കുറിച്ച് സ്വപ്നം കാണുമ്പോൾ അതെൻ്റെ നെഞ്ചത്തുകൂടിയേ വിമാനം ഇറങ്ങൂ എന്ന് പറയുന്ന മട്ടിലാണ് രാഷ്ട്രീയക്കാർ പോലും കാണുന്നതെങ്കിൽ ജനം എങ്ങനെയാണ് കാണുക? അതിവേഗം സഞ്ചരിക്കുന്ന ട്രെയിനിൻ്റെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചൈന ഇപ്പോൾ 1000 കിലോമീറ്റർ സ്പീഡിലോടുന്ന ട്രെയിനിൻ്റെ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ട്രെയിൻ 1000 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും ആർക്കാണ് ഇത്ര ധൃതി? കേരളയിൽ ഇത് പൂർണ്ണമായ ഒരു പദ്ധതിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതും പോരെന്ന എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു മിനിസ്റ്ററുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ആ ആശയങ്ങളൊക്കെ നോട്ട് ചെയ്യും, എഴുതി വെക്കും, അത് ചെയ്യാൻ പോകുമെന്ന് പറയും. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾക്കാൽ പിന്നെ അതിനൊന്നും ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല, പിന്നെ അത് മുമ്പോട്ട് പോകുന്നില്ല. നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഈ മൈഗ്രേഷൻ, അതായത് കുട്ടികളും യുവാക്കളൊക്കെ അവരുടെ ഉപരിപഠനാർത്ഥവും അല്ലെങ്കിൽ അവരുടെ തുടർന്നുള്ള ജീവിതമൊക്കെ വിദേശത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രാജ്യത്താവണം എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് പേര് പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങളുടെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ചോദിക്കാനുള്ളത്, ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾ, പാഷന് വേണ്ടിയിട്ട് നോൺ കോംപ്രമൈസിങ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ സഞ്ചാരത്തിലേക്കുള്ള ആദ്യത്തെ ട്രാവലെല്ലാം തുടങ്ങുന്നത്. ഇപ്പോൾ പോകുമ്പോഴും അതൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സംഗതിയായിട്ടാണല്ലോ പോകുന്നത്. ഒരു ശരിക്കും എപ്പോഴും ഒരു വർക്ക് ലൈഫ് ബാലൻസിൻ്റെ ഭാഗമായിട്ടൊരു ബ്രേക്ക് എടുത്തിട്ട് ആളുകൾ സ്റ്റേക്കേഷൻ, വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു ബാധ്യതകളും മറ്റൊരു സംഘർഷവും ഇല്ലാതെ പോകുന്നൊരു സംഗതിയായിട്ടാണല്ലോ യാത്രയെ കൺസീവ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അത്തരം യാത്രകളെ ക്യൂറേറ്റ് ചെയ്യുന്ന, അത്തരം യാത്രകളിലേക്ക് അവർക്കൊരു ഇന്ധനമാകുന്ന ഒരാൾ അങ്ങനെയല്ല യാത്ര ചെയ്യാറുള്ളത് എന്നുള്ളത് ഭയങ്കരമായ ഒരു വൈരുദ്ധ്യമായിട്ട് കിടക്കുന്നുണ്ടല്ലോ. ഈ യാത്ര 2 തരത്തിൽ ചെയ്യാറുണ്ടോ, അതോ ഈ പോക്ക് തന്നെയാണോ യാത്രയുടെ കാര്യത്തിൽ സംഭവിക്കാറുള്ളത്? ഈ പോക്ക് തന്നെ. എൻ്റെ കാര്യം എന്നറിയോ, ഈ നമ്മൾ എന്താണ് ആസ്വദിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഈ യാത്രയേക്കാൾ ആസ്വദിക്കുന്നത് ഈ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞ് ഈ പ്രോഗ്രാം എഡിറ്റ് ചെയ്ത് ഇതൊരു കണ്ടന്റായി, ഒരു പ്രോഡക്റ്റായി. ഇത് സത്യത്തിൽ ഒന്നുമില്ലല്ലോ, അതെ, ഒരു സങ്കല്പമല്ലേ. വിഷ്വൽസ് നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാതെ ഒരു സാധനം, ഒരു സുവനീർ പോലെ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരികയല്ല. അതിനെ വെച്ച് നമ്മളൊരു കഥയും ഉണ്ടാക്കി, നമ്മൾ ശബ്ദവും കൊടുത്ത് ദൃശ്യങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഒരു സാധനം അങ്ങ് ശൂന്യതയിൽ നിന്നുണ്ടാകുകയാണ്. നമ്മൾ പോയി വാരിക്കൊണ്ട് വരികയാണ്. അതല്ലാണ്ട് അത് ജനങ്ങൾ ഇഷ്ടപ്പെടുകയും അതങ്ങ് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം കൂടെ ഉണ്ടാകുമ്പോൾ ഈ ഓരോ എപ്പിസോഡും പൂർത്തിയാവുകയും അത് എയർ ചെയ്യുകയും ചെയ്യുന്നത് പരം എക്സൈറ്റ്മെന്റ് നമുക്കുണ്ടാവില്ല. കാരണം നമ്മളുടെ പാഷൻ അതായതുകൊണ്ടാണ്. അതെ, നമ്മളുടെ പ്രൈമറി ഇതും ഇതിലെ മാധ്യമ പ്രവർത്തനം, ഇതിന്റെ ഡോക്യുമെന്റേഷൻ, ഇതൊരു ദൃശ്യകഥയായിട്ട് പുറത്തെത്തുന്നു. മനുഷ്യര് അത് കഴിഞ്ഞ് എത്രയോ ആളുകൾ നമ്മളെ വിളിക്കും, ഫോളോ ചെയ്യും, ഇമെയിൽ ചെയ്യും, അല്ലെങ്കിൽ കമന്റ്സ് യൂട്യൂബിൽ വന്നാൽ കമന്റ്സ് ഇടും. അപ്പം ഇത്രയോ ലക്ഷം ആളുകൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇത് നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആണ് സത്യത്തിൽ നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ മൂർധന്യത്തിലെത്തുന്നത്. ഈ എക്സൈറ്റ്മെൻറ്റ് ആസ്വദിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത്, ഇപ്പോൾ ബെർലിനിൽ ഞാൻ പോകുന്ന കഥ പറഞ്ഞ ബെർലിൻ ചെന്ന് അന്നത്തെ ഷൂട്ടെല്ലാം തീർന്നു. നമ്മളീ പറഞ്ഞ ലിസ്റ്റ് ഉണ്ടല്ലോ, അതെല്ലാം തീരുന്ന ചിലപ്പോൾ രാത്രി 9 മണിക്കായിരിക്കാം. ഈ 9 മണിക്ക് അന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മുഴുവൻ ഷൂട്ട് തീർന്നു കഴിയുമ്പോണ്ടല്ലോ, അവിടെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് ഇഷ്ടമുള്ള കുറേ വിഭവങ്ങളൊക്കെ മേടിച്ച്, നമ്മൾ താമസിക്കുന്ന മുറിയുടെ നല്ല തണുപ്പായിരിക്കും പുറത്ത്, ജനലിൻ്റെ കർട്ടനൊക്കെ മാറ്റി ആ ജനലൊക്കെ പയ്യൊന്ന് തുറന്നിട്ടിട്ട് ആ ജനൽപ്പടിയിലിരുന്ന് ഈ ഭക്ഷണവും കഴിച്ച് ആ നഗരവും കണ്ടുകൊണ്ട് ബെർലിനും കണ്ടുകൊണ്ട് അത്താഴം കഴിക്കുന്ന ഒരു സമയമുണ്ട്. ഈ സമയമാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. ഇന്നത്തെ ജോലിയെല്ലാം ഞാൻ പൂർത്തിയാക്കി, ഇതൊരു വിശ്രമം അല്ലേ, അവിടെ നമ്മളങ്ങ് റിലാക്സ് ചെയ്യാണ്. ഈ നഗരമൊക്കെ കണ്ട് ഇങ്ങനെ താഴെ കൂടെ ആളുകൾ ഓടുന്നു, മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു, കുടയും ചൂടി നടക്കുന്ന വൃദ്ധര് രാത്രി വൈകി വീട്ടിലേക്ക് മടങ്ങുന്നു, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങുന്ന പ്രണയികൾ, ഇതൊക്കെ ഈ തെരുവിൽ നടക്കുന്നുണ്ടാവും. നമ്മൾ 2ാം നിലയുടെ ആ ജനലും തുറന്നിട്ടിട്ട് ഇത് കണ്ടങ്ങനെ ആസ്വദിക്കുക. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചിലപ്പോൾ ഒരു ബീർ കാണും കയ്യിൽ, ഇതും കഴിച്ച് ഇതിങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കും. നമ്മൾ ഒറ്റയ്ക്കാണല്ലോ ഈ യാത്ര. അപ്പം ആ ഒരു ദിവസം നമ്മുടെ പൂർത്തിയായി, സംതൃപ്തമായി. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച സർവ്വ ജോലിയും തീർത്തിരിക്കുന്നു. ആ ജോലി നാളെ ഒരു പ്രോഡക്റ്റായി മാറുകയാണ്. അത് ലക്ഷക്കണക്കിന് ആളുകൾ ആസ്വദിക്കുന്ന ഒരു പരിപാടിയായി മാറുകയാണ്. അവിടെയാണ് നമ്മുടെ ഈ ത്രില്ലെന്ന് പറയുന്നത്. ആ ത്രില്ലില്ല എങ്കിൽ
ശരിയാണ്, നമുക്ക് അവിടെ പോയിട്ട് അമ്യൂസ്മെന്റ് പാർക്ക് തപ്പിപ്പോകേണ്ടി വരും. പോവും. അതെ. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് സന്തോഷ് പറഞ്ഞ ഓരോ യാത്രയും മറ്റുള്ളവരുടെ യാത്രയിലേക്കുള്ള ഒരു പ്രചോദനവും അവരുടെ ആഗ്രഹ സാക്ഷാത്കാരാകുമ്പോൾ ഇപ്പുറത്തെ ഒരു പാഷനെ പിന്തുടർന്ന് ഇതിൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ മാത്രമാണ്. ആസ്വദിക്കുന്നത് യാത്രയല്ല, യാത്രയിലൂടെ സൃഷ്ടിച്ചെടുക്കുന്ന ഈ പറയുന്ന ഒരു പ്രോഡക്റ്റിനെയും ഇത് ആസ്വദിക്കുന്ന ആളുകളെയാണ് ഞാൻ ആസ്വദിക്കുന്നത്. നിങ്ങളെ ഈ പ്രോഗ്രാം സ്വാധീനിച്ച് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതാണ് എൻ്റെ ആസ്വാദനം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും കൂടെ വഴിതെറ്റിച്ചു എന്നുള്ള സന്തോഷമുണ്ടല്ലോ. അത് വേറൊരു കൗതുകം കൂടി ഉണ്ടല്ലോ, ഈ തുടക്കകാലത്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാവുമല്ലോ. സഞ്ചാരം കണ്ട് യാത്ര തുടങ്ങിയ ഒരാളെ അടുത്ത സഞ്ചാരത്തിന്റെ എപ്പിസോഡിനായിട്ടുള്ള യാത്രയിൽ പോകുമ്പോൾ ഒരു മുഖാമുഖം വരുന്നൊരു സംഗതി ഉണ്ടാവും. അങ്ങനെ അത് ആ ഒരു ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് വരുന്നത് എവിടെ വെച്ച്? അല്ല, അത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ട് യൂറോപ്പിലും ഈ ഗൾഫ് നാടുകളിലൊക്കെ പോകുമ്പോഴാണ്. ഈവൻ ജോർജിയയിൽ പോയപ്പോൾ, ജോർജിയയിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഈ സ്റ്റാലിൻ്റെ വീടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ജോർജിയയിൽ. ആ പേരൊക്കെ ഞാൻ വിട്ടുപോയി, ഇത്രയും രാജ്യങ്ങളും സ്ഥലങ്ങളും അല്ലേ. അവിടെ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ മുറ്റത്തൊരു മലയാളി പേര് വിളിക്കുന്ന കേട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അയാൾ ഗൾഫിൽ നിന്ന് വെക്കേഷന് വന്നതാണ്. അപ്പോൾ ഈ സ്റ്റാലിൻ്റെ പഴയ വീട്, സ്റ്റാലിൻ ജനിച്ചു വളർന്ന വീട് 2 മുറികളുള്ളൊരു ചെറിയ മരവീടാണ്. അതവിടെ ഒരു ചില്ലിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും. അതിൻ്റെ മുന്നത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഇയാൾ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ പലയിടത്തും വെച്ച് നമ്മൾ ഓഫ്കോഴ്സ് മലയാളികളിൽ എവിടെ ചെന്നാലും നമ്മൾ ഈ സഞ്ചാരികളെ കണ്ടുമുട്ടും. അവർ സഞ്ചാരം കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് യാത്ര ആരംഭിച്ചവരാ, സഞ്ചാരം തുടങ്ങിയവരാ. ഈ പിന്നെ ഇതിൽ നമ്മൾ ഈ മൈഗ്രേഷൻ്റെ കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈ മലയാളികൾക്ക് യാത്ര ചെയ്യാനല്ല, അതിനേക്കാളും ഉപരിപഠനാർത്ഥവും ജോലിയുടെ ആവശ്യത്തേക്കും പുറത്തേക്ക് പോവുകയാണ്. ഇത് പെട്ടെന്നൊരു വലിയൊരു എണ്ണപ്പെരുക്കമായിട്ട് മാറുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഈ യാത്രയുടെ തുടക്കത്തിൽ മലയാളി അങ്ങോട്ട് ചേക്കേറി തുടങ്ങുകയാണ് എന്ന് മനസ്സിലാക്കിയത് എപ്പോഴായിരിക്കും? അല്ല, മലയാളി നമ്മളുടെ ഓർമ്മയുള്ള കാലം മുതൽ ചേക്കേറുന്ന സമൂഹമാണല്ലോ. അതെ. ഇത് ഞാൻ സഞ്ചരിക്കുന്ന ഏത് കാലത്തും എവിടെയും മലയാളികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആദ്യകാലത്ത് ഈ കണക്ടിവിറ്റി ഇല്ലായിരുന്നുകൊണ്ട് ഇവരെ ഒന്നും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപൂർവം ചിലരെ നമ്മൾ യാത്രയ്ക്ക് മുമ്പ് നമ്മുടെ നാട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ആയി അറിയുന്നവരെ ബന്ധപ്പെട്ടിട്ട് യാത്ര ചെയ്യാനേ അന്ന് മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല, ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഞാനിത് അമേരിക്കയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ 1000 പേരുടെ കോൺടാക്ട്സ് വരും, 1000 പേര് റെസ്പോണ്ട് ചെയ്യും. അന്ന് നമുക്ക് അത്രയും അറിവില്ലായിരുന്നു എന്നതുകൊണ്ട് മലയാളി അവിടെ ഇല്ല എന്നല്ല അതിനർത്ഥം. അവരെവിടെയൊക്കെയോ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് വിസിബിൾ ആണ്, ഇന്ന് നമ്മളെ അറിയാം, ഇന്ന് അതിൻ്റെ 10 മടങ്ങ് ആളുകൾ എത്തുകയും ചെയ്തു. പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് മലയാളി ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്, നാളെ ഒരു മലയാളിക്കും ഇങ്ങനെ പുറത്തു പോകേണ്ടി വരില്ല എന്ന ചിന്തയോടുകൂടിയായിരുന്നു ആളുകൾ ജോലി തേടിപ്പോയിരുന്നത്. ഇന്ന് പോകുന്ന കുട്ടികൾ കേരളത്തിൽ ഇനി നിന്നിട്ട് വലിയ കാര്യമില്ല എന്ന ചിന്തയോടുകൂടി യാത്ര ചെയ്യുന്നു. ഇതാണ് വ്യത്യാസം. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഒരു കാരണക്കാരൻ ഞാനും കൂടി ആവാം. കാരണം ഈ യൂറോപ്പ് ഇങ്ങനെയാണ്, അമേരിക്ക ഇങ്ങനെയാണ്, അവിടുത്തെ ജീവിതം ഇങ്ങനെയാണ്, അതിൻ്റെ ആകർഷകമായ വശങ്ങൾ, കളറുള്ള രാത്രികൾ, ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചെറുപ്പക്കാരിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ പോലും അത്തരം ഭ്രമങ്ങൾ മനസ്സിൽ കയറുന്ന ഒരു പ്രായത്തിൽ കേരളം വേണോ കാനഡ വേണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാത്ത ഉത്തരവേ ഉള്ളൂ. വീട്ടിൽ കാശുണ്ടെങ്കിൽ, കാരണവന്മാർക്ക് പണയം വെക്കാൻ പറമ്പുണ്ടെങ്കിൽ കാനഡയ്ക്ക് തന്നെ പോകാൻ തീരുമാനിക്കും. അത് ഏറ്റവും ശരിയായൊരു തീരുമാനമാണോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. കാരണം ഈ പ്രവാസം എന്ന് പറയുന്നതും ഇത്തരം തൊഴിൽ തേടി അന്യനാടുകളിലേക്കുള്ള എന്ന് പറയുന്നതും എക്കാലത്തും നിവൃത്തികെട്ടവൻ്റെ യാത്രകളാണ്. എല്ലാവരുടെയും ഇഷ്ടം അവനവൻ്റെ സംസ്കാരത്തിൽ ജീവിക്കാനും അവിടെ തന്നെ ജീവിതം പൂർത്തിയാക്കാനും അല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. സ്വന്തം സംസ്കാരത്തിൽ ജീവിക്കുക, സ്വന്തം സുഹൃത്തുക്കള്, സ്വന്തം ബന്ധുക്കള്, സ്വന്തം കുടുംബാംഗങ്ങൾ, അവരോടൊപ്പം ജീവിക്കുക തന്നെയാണ് ഏത് ജീവിയുടെയും ആഗ്രഹം. അല്ല, അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഭയങ്കര രസമുള്ള എക്സാമ്പിൾ പറഞ്ഞത് മമ്മൂട്ടിയോ വേറൊരാൾ ന്യൂസിലൻഡിൽ മമ്മൂട്ടിയെ പോലത്തെ ഒരാൾ കോടികൾ തരാമെന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിൽ പോവാന്ന്. ഇവിടെ വിജയകരമായ ഒരു ജോലി സാഹചര്യം, ഈ പറയുന്ന ലൈഫ് എക്സ്പോഷർ ഒക്കെ ഇവിടെ ഉറപ്പായാൽ പുറത്തേക്ക് ഒരാൾക്ക് പോകേണ്ടി വരില്ല. ഞാൻ പറയുന്നത് മമ്മൂട്ടി എന്തിന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വ്യൂവർഷിപ്പ് ഉള്ള ഒരുത്തം പോലും കാനഡയിൽ പോകില്ലല്ലോ, കേരളത്തിൽ ജീവിക്കാമെന്ന് വെക്കില്ലേ? അതെ, 1 മില്യൺ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുള്ള ഒരാൾക്ക് കേരളം വിട്ടു പോയി ജീവിക്കേണ്ട കാര്യമില്ല. കാരണം വരുമാനം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അപ്പൊ വരുമാനമുള്ളവൻ എന്തുകൊണ്ട് കേരളം വിടുന്നില്ല? അതാണല്ലോ അതിൻ്റെ ഉത്തരം. അതെ, ജീവിക്കാൻ ചുറ്റുപാടുള്ളവൻ കേരളം വിടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കിഷ്ടം, അല്ലെ പൊതുവെ നമ്മുടെ മനസ്സിനിഷ്ടം കേരളം തന്നെയാണ്. നമ്മളുമായിട്ട് ഏറ്റവും ചേർന്ന് പോകുന്ന നാട് ഇത് തന്നെയാണ്. നമുക്ക് വേണ്ടതെല്ലാം തരുന്ന ഇവിടെയാണ്. നിങ്ങൾ യൂറോപ്പിലേക്ക് ചെല്ലുമ്പോൾ, ന്യൂയോർക്കിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ ജലാശയത്തിലെ കടലിൽ ഒരു തുള്ളി മാത്രമായി പോവുകയാണ്, ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരു തുള്ളി മാത്രം.
അവിടുത്തെ പൊതുസമൂഹത്തിൽ നിങ്ങളൊന്നുമല്ല. നമ്മൾ ഈ വാർത്തയിൽ കേൾക്കുന്ന ചില ആളുകൾ മേയർ ആവുന്നുണ്ടെന്നുള്ളതൊക്കെ ശരിയാ. അത് ലക്ഷങ്ങളിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യം മാത്രമാണ്. ആ മേയറെ ആ നാട്ടുകാരായ മറ്റു മേയർമാർ എത്ര കണ്ട് വില കൊടുക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു ചോദ്യമാണ്. മേയറൊക്കെ ആവുന്നുണ്ട്, പക്ഷെ അത് ലക്ഷങ്ങളിൽ ഒരാൾ മാത്രമാണ്. നമ്മുടെ ഈ ലക്ഷോപലക്ഷം ആളുകൾ ഒരു ജനസമുദ്രത്തിൽ അങ്ങ് ലയിച്ചില്ലാതായി പോവുകയാണ്, അസ്തിത്വമില്ലാതെ ജീവിക്കേണ്ടി വരികയാണ്. അത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ നോക്കൂ, മറ്റു രാജ്യങ്ങളെ നോക്കൂ. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ജർമ്മനിക്കാരൻ ഇവിടെ വന്ന് അല്ലെങ്കിൽ ചൈനയിൽ പോയി ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരാത്തത്? അപ്പോൾ ഈ ഞാൻ പറയുന്നത് വികസിത രാജ്യങ്ങളുടെ കാര്യത്തിൽ അവർക്കുള്ള ഈ സുരക്ഷിതത്വവും അവരുണ്ടാക്കുന്ന ഈ പറയുന്ന ലൈഫ് എക്സ്പോഷറിൻ്റെ ഒക്കെ വലിയ സാഹചര്യം അതൊരിക്കലും ഈ പറയുന്ന അവികസിത രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള അത്തരം രാജ്യങ്ങൾക്ക് പോസിബിൾ അല്ലല്ലോ. അല്ല. ഇപ്പം ഈ പറഞ്ഞ ഒരു 4 നൂറ്റാണ്ട് പിന്നിട്ട യാത്രകളിൽ നിന്ന് നമ്മൾക്ക് വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? ഇപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയൊക്കെ ഒരു ദീർഘവീക്ഷണമില്ലായ്മ നമ്മളെ തളർത്തിയിട്ടുണ്ടോ? എന്താണ് ഒരു ആകത്തുകയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അത് നമ്മൾ മിസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ മിസ് ചെയ്തത് എന്തായിരിക്കാം? ഒത്തിരി അവസരങ്ങൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം വീക്ഷണമില്ലായ്മയാണ്. ഈ വീക്ഷണമില്ലായ്മയ്ക്ക് നമ്മൾ ഒത്തിരി പിന്നിലേക്കോ മുന്നിലേക്കോ ഒക്കെ പോയി വലിയ കോംപ്ലക്സ് ആയ വിഷയങ്ങളെ ഒന്നും അപഗ്രഥിക്കേണ്ട കാര്യമില്ല. നമ്മളെ എടപ്പള്ളിയിൽ ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവർ പണിത് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ വൈറ്റില ജംഗ്ഷനിൽ നമ്മളൊരു ഫ്ലൈ ഓവർ കഴിയുമ്പോൾ നമുക്ക് എത്ര ദീർഘവീക്ഷണമുണ്ട്. ഇനി അതിൻ്റെയും കൂടെ മുകളിൽ കൂടി 6 വരിയുടെ ഒരു ഫ്ലൈ ഓവർ വരേണ്ട ഗതികേടിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് പൊളിച്ച് കളയണം, അതിൻ്റെ അടിയിൽ കൂടെ പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീക്ഷണം. അപ്പോൾ നമ്മുടെ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട്, ഒരു 25 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, അതിനുവേണ്ടി കേരളത്തിൽ ഇനി വളർന്നു വരുന്ന സമൂഹത്തെ അന്യനാടുകളിൽ തെണ്ടാൻ വിടാതെ എങ്ങനെ കേരളത്തിൽ അഭിമാനത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുക എന്നുള്ളൊരു വിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മൾ? അതാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ഇപ്പം യുവജനങ്ങൾ നാട് വിട്ടു പോകുന്നതിൻ്റെ കാരണം എന്താ? അവർക്ക് നാട്ടിൽ നിന്നാൽ പ്രയോജനമില്ല എന്നൊരു തോന്നലുണ്ടാകുന്നു, അല്ലേ? നാടിനോട് വിശ്വാസമില്ലായ്മ ഉണ്ടാകുന്നു. അവരെ ആകർഷിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇല്ലയെന്ന് വരുന്നു. അവർക്ക് എൻ്റർടൈൻഡ് ആവാനുള്ള ഫെസിലിറ്റികൾ സമൂഹം കൊടുക്കുന്നില്ല, ഭരണാധികാരികളും കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നു. എൻ്റർടൈൻഡ് ആയാൽ സൂക്ഷ്മദൃഷ്ടിയോടെ നോക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ചാരക്കണ്ണുകൾ, അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിൻ്റെ നിരന്തര വിമർശനം വീട്ടിൽ നിന്നാട്ട് കേൾക്കേണ്ടി വരും. കാനഡയിൽ പോയി ടൊറോണ്ടോയുടെ നൈറ്റ് സ്ട്രീറ്റിൽ കൂടെ ഞാൻ നടന്നാൽ ആരും അറിയുന്നില്ല. അവിടെ എന്നെ ഇങ്ങനെ സൂക്ഷ്മനിരീക്ഷണം നടത്താൻ ആരുമില്ല. എനിക്കിഷ്ടമുള്ള ജീവിതം നയിക്കാം. ഇതൊക്കെ തന്നെയല്ലേ, അല്ലാതെ വേറെ എന്താണ് അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഘടകങ്ങൾ? അതായത് ഒരു മെച്ചപ്പെട്ട ശമ്പളമോ മെച്ചപ്പെട്ട ജോലിയോ എന്നല്ല, മെച്ചപ്പെട്ട ജീവിതാന്തരീക്ഷം, ചുറ്റുപാട്. യെസ്, ജീവിതം ഒന്നേ ഉള്ളൂ. അത് നമുക്ക് ഏതൊരു മനുഷ്യനെയും പോലെ, ലോകത്തിലെ ഏറ്റവും സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യനെയും പോലെ നമുക്കും ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ്. കാരണം ഈ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ ജീവിക്കുന്ന എല്ലാ ആളുകളുടെയും ഈ ബാങ്ക് ബാലൻസിൻ്റെ ബലത്തിലൊന്നും അല്ല അവർ ജീവിതത്തെ കാണുന്നത്. അതിനേക്കാൾ കോടീശ്വരന്മാർ കേരളത്തിലെ ബാങ്കുകളിൽ പൈസ ഇട്ട് നിക്ഷേപിച്ചിട്ട് ജീവിക്കുന്ന സാധാരണക്കാരുണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ പറമ്പ് വെറുതെ കിടക്കുന്ന പുരയിടങ്ങളുടെ അതിൻ്റെ വാല്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ യൂറോപ്പിലൊക്കെ പോയി പണിയെടുത്ത് ജീവിക്കുന്ന മലയാളികളെക്കാൾ സമ്പന്നരായിരിക്കാം. പക്ഷേ അവിടെ കിട്ടുന്ന ജീവിത സൗകര്യങ്ങളുണ്ട്, ചില സംതൃപ്തികളുണ്ട്, അവരുടെ അഭിലാഷ പൂർത്തീകരണത്തിൻ്റെ ചില സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് അതിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സമൂഹം വളർന്നു വരുന്നവരെ തൃപ്തിപ്പെടുത്താൻ ഈ നാട്ടിൽ അതിനുള്ള ഫെസിലിറ്റികൾ വേണമെന്ന് നമ്മുടെ ആളുകൾ കണ്ടില്ല. ഇപ്പോൾ ആഗ്രഹിക്കുന്നവരിടത്ത് അതിവേഗം എത്താൻ കഴിയുക എന്നുള്ളത് ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു ആവശ്യമല്ലേ? അതെ. അതിന് ഗതാഗത സംവിധാനങ്ങൾ വേണ്ടേ? ഈ ഗതാഗത സംവിധാനങ്ങൾ എങ്ങനെ വേണമെന്ന് 15 കൊല്ലം മുമ്പ് പറയുമ്പോൾ പൊതുസമൂഹം പോലും അതിനെതിരായിരുന്നില്ലേ? ഇന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ? ഒരു വലിയ എയർപോർട്ടിനെ കുറിച്ച് സ്വപ്നം കാണുമ്പോൾ അതെൻ്റെ നെഞ്ചത്തുകൂടെ വിമാനം ഇറങ്ങൂ എന്ന് പറയുന്ന മട്ടിലാണ് രാഷ്ട്രീയക്കാർ പോലും കാണുന്നതെങ്കിൽ ജനം എങ്ങനെയാണ് കാണുക? അതിവേഗം സഞ്ചരിക്കുന്ന ട്രെയിനിൻ്റെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചൈന ഇപ്പോൾ 1000 കിലോമീറ്റർ സ്പീഡിലോടുന്ന ട്രെയിനിൻ്റെ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ട്രെയിൻ 1000 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ആർക്കാണ് ഇത്ര ധൃതി? അതാ ഞാൻ ചോദിക്കാനും വന്നത്. അല്ല, ഈ നേരത്തെ പറഞ്ഞത് ഇപ്പം ഈ റോറോ സർവീസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ഇപ്പം ഞാൻ കണ്ണൂർ, എൻ്റെ സ്വന്തം സ്ഥലം കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാ നിലയ്ക്കും ദുസ്സഹമായ ഒരു റോഡ് വഴിയാണെങ്കിൽ അങ്ങനെ, ട്രെയിൻ വഴിയാണെങ്കിലാണ് അതല്ലാതെ ടൈം മാനേജ് ചെയ്യുക. ഇതിന് പരിഹാര മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളൊരു ദീർഘവീക്ഷണ പദ്ധതിയൊക്കെ വന്നത്. ഞാൻ ഈ റോറോയുടെ ഒക്കെ കാര്യം പറയുന്നത് കേരളയിൽ പോലും അത്തരത്തിൽ വിഭാവനം ചെയ്താണല്ലോ. കേരളയിൽ ഇത് പൂർണ്ണമായ ഒരു പദ്ധതിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതും പോരെന്നാണ് എൻ്റെ അഭിപ്രായം. അതും ഷോർട്ട് വിഷനാണ്. 200 കിലോമീറ്റർ ഒക്കെ ആണോ ഇന്നൊരു പദ്ധതി ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്?
നമ്മൾ ഇനിയും ഒരു 10-20 വർഷം അപ്പുറത്തേക്ക് ചിന്തിക്കണം എന്നല്ലേ? ഇത് ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരികളുടെ ആയുഷ്കാലത്തേക്കുള്ള പദ്ധതി അല്ല. നമ്മുടെ മക്കളുടെ മക്കളെ നമ്മൾ മുന്നിൽ കാണണം. ഒരു റെയിൽവേ ലൈനൊക്കെ ഇടുമ്പോൾ നമ്മൾ കാണേണ്ടത് ഒരു 50 കൊല്ലം മുമ്പിലോട്ടാ അല്ലേ? 50 കൊല്ലം കഴിയുമ്പോൾ ചൈന എത്ര കിലോമീറ്റർ സ്പീഡിലായിരിക്കും ട്രെയിൻ ഓടിക്കുക? അതേ ആഗ്രഹം ഇവിടുത്തെ മലയാളി കുട്ടികൾക്ക് ഉണ്ടാവില്ലേ? ചൈനയേക്കാൾ പുറകിലാണ് ഞാനെന്ന് പറഞ്ഞ് ജീവിക്കാൻ ആർക്കാണ് ഇഷ്ടം? അല്ലെങ്കിൽ ഗൾഫ് നാടുകൾ, ഞാൻ ചൈനയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വികസന കുതിപ്പിലുള്ളൊരു രാജ്യം ചെയ്യുന്നത് പോലെ ഇന്ത്യക്കോ കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിനോ സാങ്കേതികമായി പോസിബിൾ ആണോ? അവരെങ്ങനെയാണ് ഈ വികസന കുതിപ്പിലെത്തിയത്? ഒരു ഘട്ടത്തിൽ അവരും ചിന്തിച്ച് മാറി തുടങ്ങിയതല്ലേ? അതെ. ഡെങ് സിയാവോപിങ്ങിൻ്റെ ഒരു കാലമാണ് ഈ മാറ്റങ്ങളുടെ തുടക്കമിട്ടത്. അതുവരെ മാവോയുടെ കാലത്തും ഈ പറഞ്ഞ ചിന്തയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ പട്ടിണി ഉണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു, കൂട്ടക്കൊലകളുണ്ടായിരുന്നു, മരണങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഇവരൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് 80s അവിടെ വെച്ച് അവർ തീരുമാനിക്കുകയായിരുന്നു. ജനത്തിൻ്റെ തീരുമാനമല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഭരണാധികാരികൾ തീരുമാനിച്ചു നമുക്ക് ഇങ്ങനെ പോയാൽ പോരാ, നമുക്കിതിനെ വേറൊരു രീതിയിലേക്ക് നമുക്ക് ചിലപ്പോൾ യു-ടേൺ തന്നെ എടുക്കേണ്ടി വരും. ഗവൺമെൻറ് മാറിയില്ല, പാർട്ടി മാറിയില്ല, പക്ഷേ വീക്ഷണം മാറി, പൊതുജനം അതനുസരിച്ച് മാറി. അവിടെയാണ് ഇന്നത്തെ ചൈന ഉണ്ടായത്. അപ്പോൾ ഈ ചൈനയ്ക്ക് സാധ്യമായത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് സാധ്യമാകും. പക്ഷേ പ്രശ്നം ഇതാണ്, ഈ ഭരണ സംവിധാനത്തിൻ്റെ കാർക്കശ്യവും ആ ഉരുക്ക് മുഷ്ടിയും ഒന്നും നമ്മുടെ ഡെമോക്രസിയിൽ അത്ര സാധ്യമല്ല. ഡെമോക്രസിയിൽ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുകയും അതിനെല്ലാം വില കൊടുക്കുകയും ചെയ്യുന്ന പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ പദ്ധതികൾ ഉപേക്ഷിക്കേണ്ട സാഹചര്യം നമുക്കുണ്ട്. അത് നമ്മളുടെ ഈ മുമ്പേ പറഞ്ഞ പ്രശ്നങ്ങളുടെ ഒരു കാരണമാണ്. എന്നാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഡെമോക്രസി അല്ലാതെ ഒരു വഴി എന്താ ഉള്ളത്? നമ്മുടെ മുമ്പിലുള്ള വഴി അതേ ഉള്ളൂ. ആ ഡെമോക്രസിയിൽ എല്ലാവരുടെയും ശബ്ദത്തിന് ചെവി കൊടുക്കേണ്ടി വരുമ്പോൾ കുറച്ച് സ്ലോയിലായി പോകും നമ്മൾ. അല്ല, ശരിക്കും അത് ഈ പറയുന്ന ഡെമോക്രാറ്റിക് രാജ്യങ്ങൾക്ക് വികസന വേഗം കുറവാണ് എന്നുള്ളത് ഭയങ്കര ഒരു യുക്തിരാഹിത്യമല്ലേ? അങ്ങനെ പറയാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിലെ ഇന്ത്യയുടെ സാഹചര്യങ്ങളുള്ള ഡെമോക്രാറ്റിക് രാജ്യങ്ങളെ ഒന്നെടുത്ത് നോക്കിയേ. അവിടെയെല്ലാം ഇങ്ങനെ തന്നെ പോകുന്നത് ഏകദേശം. ഇപ്പോൾ യൂറോപ്പിനെ നമ്മൾ ഡെമോക്രസി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ രാജഭരണമാണ് അവിടെ. ഈ രാജഭരണകാലത്ത് ഇവർ അടിസ്ഥാനമിട്ട സാധനങ്ങളാണ് ഇതെല്ലാം. അതിൻ്റെ ഒരു തുടർച്ച ഇവർക്കുണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യത്തിന് കോളനികളുണ്ടായിരുന്നു, മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും. അവർക്ക് അതിനുള്ള സമ്പത്തുണ്ടാകുമായിരുന്നു. പിന്നെ അവിടുത്തെ ഡെമോക്രസി എന്ന് പറയുന്നത് പോലും നമുക്കറിയാം, ഡെമോക്രസി തുടങ്ങി എത്രയോ കാലം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പോലും സ്ത്രീകൾക്ക് പോലും വോട്ടവകാശം അവിടെയൊക്കെ പല രാജ്യങ്ങളിലും ഉണ്ടായത്. അപ്പം അമേരിക്ക പക്ഷേ വേറൊരു തരത്തിലാണ് വന്നത്. അവിടുത്തെ ഡെമോക്രസി ഉണ്ടെന്ന് പറയുമ്പോഴും അവിടെ ഡെമോക്രസി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ ഭരിക്കുന്ന ഡെമോക്രസിയേക്കാൾ അവിടുത്തെ വ്യവസായികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ സംരംഭകർക്ക് വേണ്ടി സംരംഭകർ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ്റുകൾ അവിടെ ഭരിക്കുന്നത്. അവിടുത്തെ ആപ്പിളിൻ്റെ ഇൻട്രസ്റ്റ് വിട്ടിട്ട് ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡൻറ്റ് അവിടെ തീരുമാനങ്ങൾ എടുക്കുമോ? മൈക്രോസോഫ്റ്റിൻ്റെ, ഗൂഗിളിൻ്റെ താല്പര്യങ്ങൾ വിട്ടിട്ട് അവരൊരു തീരുമാനം എടുക്കില്ല. ഈ അമേരിക്കൻ പ്രസിഡൻറ്റ് ഇന്ത്യയിൽ ഒരു അതിഥിയായിട്ട് വരുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ മറ്റൊന്നുമായിരിക്കില്ല. അവിടുത്തെ വ്യവസായങ്ങളെ എങ്ങനെ ഇന്ത്യയുടെ മാർക്കറ്റിലേക്ക് തുറന്നു കയറ്റണം എന്നതിൻ്റെ ചർച്ചയായിരിക്കും ഏറ്റവും കൂടുതൽ നടക്കുക. അവിടുത്തെ വ്യവസായികളുടെ പ്രതിനിധിയായിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് മറ്റൊരു രാജ്യം സന്ദർശിക്കുന്നത്. അവർക്ക് വഴിയൊരുക്കാൻ വേണ്ടി. കാരണം എന്താ, ആ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ മാർക്കറ്റിൽ വിപണിയിൽ കയറിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ വരുമാനം അമേരിക്കൻ ഗവൺമെൻറ്റിന് കിട്ടുള്ളൂ ടാക്സ് ആയിട്ട്. ഈ ഇന്ത്യയിൽ വിൽക്കുന്ന ഓരോ ആപ്പിൾ ഫോണിനും അമേരിക്കൻ ഗവൺമെൻറ്റിന് കാശ് കിട്ടുന്നില്ലേ? ഓരോ ഐഫോണും ഇന്ത്യയിൽ വിൽക്കുമ്പോൾ ഇതെങ്ങോട്ടാണ് ഈ പണം അൾട്ടിമേറ്റ്ലി ചെല്ലുന്നത്? അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? ലോക വിപണിയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇവർ ചർച്ച ചെയ്യുന്നത് എന്താണ്? അപ്പോൾ സാമ്പത്തികത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഡെമോക്രസികളൊക്കെ, ഈ പാശ്ചാത്യ ഡെമോക്രസികളെല്ലാം. മനസ്സിലായില്ലേ? സമ്പന്നൻ്റെ അല്ലെങ്കിൽ സംരംഭകൻ്റെ ആ സമ്പത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിനെ വിപുലീകരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക ആ ഡെമോക്രസികൾ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പട്ടിണി മാറ്റലും വിദ്യാഭ്യാസം കൊടുക്കലും ആരോഗ്യ സംരക്ഷണവും ആണ് പ്രധാന ലക്ഷ്യമായിട്ട് നമ്മളിപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റുകൾ കാണുന്നതും. അത് ചെയ്തെങ്കിലേ ജനങ്ങളുടെ വോട്ടും കിട്ടും. അല്ലാതെ തിരിച്ചു നോക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ പരിഗണിക്കപ്പെടേണ്ടത്. അടിസ്ഥാനവർഗത്തെ മനുഷ്യർ, തൊഴിലാളികൾ, അവരെ പരിഗണിച്ചിട്ടല്ലാതെ ഈ മൂലധന താല്പര്യങ്ങളിൽ പുറകെ പോകാനും പറ്റില്ലല്ലോ. അത് മാത്രമാണോ ഇപ്പോഴും എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഭരണകർത്താക്കളുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർക്ക്
ഒരു ദീർഘവീക്ഷണം ഉണ്ടായാൽ, നമ്മൾ പല ഘട്ടത്തിലും വലിയ പദ്ധതികൾ പറയുമ്പോൾ അത് ദീർഘവീക്ഷണമാണ്, ഇന്നയാളുടെ ദീർഘവീക്ഷണമാണ് ആ പദ്ധതിയിലേക്ക് എത്തിച്ചത്, നിശ്ചയദാർഢ്യമാണെന്ന് പറയാറുണ്ട്. ആ ഒരു ദീർഘവീക്ഷണമില്ലായ്മയാണോ പ്രശ്നം, അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ക്രമത്തിലുള്ളതായതുകൊണ്ടുള്ള പ്രശ്നമായിട്ടാണ് പേഴ്സണൽ? അല്ല, ഇപ്പോൾ ദീർഘവീക്ഷണമുള്ള ഒരാൾ ദീർഘവീക്ഷണമുള്ള ഒരു പദ്ധതി അവതരിപ്പിച്ചാൽ അത് പ്രതിപക്ഷമോ മറ്റ് സമൂഹമോ പൊതുസമൂഹമോ മാധ്യമങ്ങളോ അതിനെ ആ അർത്ഥത്തിൽ ഏറ്റെടുത്തെങ്കിൽ മാത്രമല്ല ഇവിടെ നടപ്പാകൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ കേരളത്തിലെ ഒരു പദ്ധതി വന്നാൽ ആ പദ്ധതികൾ ദീർഘവീക്ഷണമുള്ള പല പദ്ധതികളെയും നമ്മൾ എതിർത്തത് അത് നാടിന് ഗുണമില്ലാത്തത് കൊണ്ടാണോ, അത് പൊളിറ്റിക്കൽ മൈലേജ് മറ്റൊരു കൂടുതൽ രാഷ്ട്രീയ താല്പര്യം എന്നുള്ള അവിടെയാണ് ഈ അതേ ഉള്ളൂ. അല്ലാതെ ഡെമോക്രസിയോ നമ്മുടെ ഗവൺമെൻറ്റുകൾ ഇത്രയും കാലം ഈ 70-75 കൊല്ലം ഇന്ത്യ ഈ പട്ടിണി മാറ്റുന്നതിനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളെ എല്ലാം നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. അത് ഏറ്റവും വലിയ നേട്ടങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടെയും നമ്മൾ ഈ പറഞ്ഞ ചില സ്റ്റേറ്റുകൾ എടുത്തു നോക്കൂ ഇന്ത്യയിലെ, അവിടെ ചില വളർച്ച ഉണ്ടാകാനുള്ള കാരണം ഇപ്പോൾ തമിഴ്നാട് തന്നെ എടുത്തു നോക്കൂ. അവർ പോളിസികളിൽ കുറച്ചുകൂടെ ഒരു ദീർഘദർശനം ഉണ്ടായിരുന്നു അവർക്ക്. നമുക്കൊരു 15-20 കൊല്ലം മുമ്പ് വരെ തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ ആളുകൾ മേസ്തിരിപ്പണിക്കാരായിട്ട് ഇവിടെ വന്നിരുന്ന നാടാണ്. ഇപ്പം അവരെ ആരെയും നമ്മൾ കാണുന്നില്ലല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് ആരെങ്കിലും കേരളത്തിൽ കാണുന്നുണ്ടോ ഇന്ന് പണിക്ക് വരുന്നതായിട്ട്? വല്ലോ ഇസ്തിരി ഇടുന്നവരൊക്കെ കുറച്ച് അപൂർവം ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ മൈക്കാട് പണിക്കോ മേസ്തിരി പണിക്കോ ഹെൽപ്പർ പണിക്കോ പറമ്പിപ്പണിക്കോ ഒന്നും തമിഴന്മാരെ നമുക്ക് കാണുന്നില്ല. അപ്പോൾ ആ മാറ്റം തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്. ഈ മട്ടിൽ ചില സ്റ്റേറ്റുകളിൽ ഫോക്കസ്ഡ് ആണ്, ചില സ്റ്റേറ്റുകളിൽ അത്ര ഫോക്കസ്ഡ് അല്ല. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം ഒരു തരത്തിൽ ശരിയാണെന്നോ മറ്റൊരു തരത്തിൽ തെറ്റാണോ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അതാണ് വാസ്തവം. അല്ലാതെ ഇപ്പോൾ അമേരിക്കയോ യൂറോപ്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളോ ചെയ്യുന്ന ഡെമോക്രസിയാണ് ശരി, അവിടുത്തെ വ്യവസായികൾക്കും വാണിജ്യ താല്പര്യങ്ങൾക്കുമാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടതെന്ന് ഒന്നുമല്ല ഞാനീ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ടെന്നാണ് ഞാനീ പറഞ്ഞത്. ആ ഗുണം ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയിൽ കാശ് വരുമ്പോൾ അവിടെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് വളരെ ശക്തമാണ്. ഒരുത്തന് പണി പോയാൽ അവന് തൊഴിലില്ലായ്മ വേതനം കൃത്യമായിട്ട് വീട്ടിൽ കിട്ടും. വയസ്സാകുന്നവന് ആശങ്കകളില്ല. അതുകൊണ്ടാണല്ലോ നമ്മളുടെ ചെറുപ്പക്കാരും അങ്ങോട്ട് പോയി അവിടെ പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാനീ പറഞ്ഞത്. അതൊരു സർക്കിളാണ്. സമ്പന്നനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തി അല്ലെങ്കിൽ വ്യവസായികളെ വളർത്തി അവർക്ക് ലോക വിപണി നേടിക്കൊടുത്ത് ആ വിപണിയിലൂടെ പണം വന്ന് അത് സ്റ്റേറ്റിലേക്ക് എത്തുകയും ഒരു പരിധിവരെ ആ സ്റ്റേറ്റ് ദരിദ്രനിലേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരനിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു എക്കണോമിക് സിസ്റ്റം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ സാധാരണക്കാർക്കും ദരിദ്രർക്കും വേണ്ടി പ്രവർത്തിക്കുകയും സ്റ്റേറ്റ് തന്നെ അതിനുവേണ്ടി ചെയ്യുക, അവർക്ക് നേരിട്ട് പൈസ കൊടുക്കുന്നൊരു സിസ്റ്റം. ഇതിലേതാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിലേതാണ് നമുക്ക് അനുയോജ്യം നമ്മൾ തീരുമാനിച്ചാൽ മതി. ഈ ബാക്ക് ടു കേരളത്തിലേക്ക് വരുവാണെങ്കിൽ ഈ പറഞ്ഞ ഈ സർക്കാരിൻ്റെ തുടക്കകാലം മുതൽ ഇതിൻ്റെ ആസൂത്രണ സമിതിയുടെ അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡിൻ്റെ ഭാഗമായിട്ടിരുന്ന ഒരാളാണല്ലോ. ശരിക്കും ഇങ്ങനെ ഒരു കൂട്ടായ ചർച്ചകളും ആലോചന എങ്ങനെയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കോൺട്രിബ്യൂഷൻ അതിലേക്ക് വന്നിട്ടുള്ളത്? അത് തൃപ്തികരമായ രീതിയിൽ ഒരു എക്സിക്യൂഷനിലേക്കൊക്കെ പോകുന്നുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ 3 വർഷത്തെ കാലയളവിൽ? 3 വർഷം കഴിഞ്ഞു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, എൻ്റെ ആശയങ്ങളെയോ ചിന്തകളെയോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകളുടെ ആശയങ്ങളെയോ ചിന്തകളെയോ ഒക്കെ ആ മട്ടിൽ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നൊരു സംവിധാനം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരു മിനിസ്റ്ററുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ആ ആശയങ്ങളൊക്കെ നോട്ട് ചെയ്യും, എഴുതി വെക്കും, അത് ചെയ്യാൻ പോകുമെന്ന് പറയും. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾക്കാൽ പിന്നെ അതിനൊന്നും ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല, പിന്നെ അത് മുമ്പോട്ട് പോകുന്നില്ല. അത് മന്ത്രിമാരുടെ തിരക്ക് കൊണ്ടാണോ, അതോ അത് ഉദ്യോഗസ്ഥ തലത്തിൽ അതിനെ അവിടെ തന്നെ അങ്ങ് തടഞ്ഞു വെച്ചതാണോ, അതിനൊന്നും പോകരുത്, അതൊക്കെ അപകടമാണ്, അങ്ങനെയൊന്നും അല്ല വേണ്ടത് എന്ന് ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംഘടനകൾ അവരൊക്കെ തടയിടുന്നതാണോ, അതോ ആ മന്ത്രിയുടെ തന്നെ പാർട്ടിയിൽ നിന്ന് അതിന് പ്രശ്നം ഉണ്ടാകുന്നതാണോ? അപ്പം നമ്മൾ പുതിയ ആശയങ്ങളോ പുതിയ പദ്ധതികളോ പറയുമ്പോൾ അത് കൺവിൻസിങ് ആവുന്നുണ്ട്. ഈ ബോർഡിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മിനിസ്റ്റർമാരുടെ ലെവലിലോ അല്ലെങ്കിൽ സെക്രട്ടറിമാരുടെ ലെവലിലോ ഒക്കെ നമ്മൾ അവതരിപ്പിക്കുന്ന ആശയങ്ങളൊക്കെ കൺവിൻസിങ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ അവർ അതിന് മറുപടി നമ്മൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. എവിടെയോ ഒരു 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 ബ്ലോക്കുണ്ട്. പ്രായോഗിക തലത്തിലേക്ക് അത് എത്തുന്നില്ല, നടപ്പാകുന്നില്ല. വലിയ ശതമാനവും നടപ്പാകുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലർക്ക് നടക്കുന്നുള്ളതല്ലാതെ അത് വലിയ ഒരു 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 സംതൃപ്തി നമുക്ക് തരാത്ത ഒരവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വേഗത, അത് ഇത് മന്ത്രിമാരുടെയോ മന്ത്രിസഭയുടെയോ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല, ആയിരിക്കാൻ വഴിയില്ല. പക്ഷേ ഈ ഒരു സംവിധാനത്തെ ഒന്ന് പുനഃക്രമീകരിക്കാതെ വലിയൊരു മാറ്റം എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം മൈഗ്രേഷൻ്റെ കാര്യം പറഞ്ഞാൽ റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാവും എന്നുള്ള തിയറികൾ കാര്യമായിട്ട് വരുന്നുണ്ട്. CM തന്നെ കഴിഞ്ഞ വർഷം അത് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുള്ളത് വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും സംവിധാനമൊക്കെ ഇവിടെ ലഭിക്കും. ഒരു പാരലൽ കോളേജ് സ്വഭാവത്തിലുള്ള സ്ഥലത്തേക്കാണ് പലപ്പോഴും പുറത്ത് പോകേണ്ടി വരിക. ലൈഫ് എക്സ്പോഷറിനപ്പുറത്ത് നിങ്ങൾ മികച്ച വിദ്യാഭ്യാസം, മികച്ച സംരംഭത്തിലൊക്കെ ഇവിടുത്തെ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നാണ്. അപ്പോഴും ഇതിനപ്പുറത്തേക്കാണ് ഈ വാദഗതികൾക്കൊക്കെ അപ്പുറത്തേക്കാണ് പുറത്തേക്ക് ഒഴുകുന്ന ആളുകളുടെ കണക്ക്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഇത് തന്നെ കണക്റ്റഡ് ആയിട്ട് വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്ന പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളും കമ്പനികളും വന്നിട്ട് എണ്ണത്തിൽ പെരുക്കുണ്ടാവുകയാണ്. എല്ലാ വിഭാഗത്തു നിന്ന് ആളുകൾ പോവാണ്. പിന്നെ അടച്ചുപൂട്ടപ്പെട്ട വീടുകൾ, ഉപേക്ഷിക്കപ്പെട്ട വീടുകളുടെയൊക്കെ എണ്ണം കൂടുന്നുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്ന ഒരു ആസൂത്രണ സമിതിയുടെയൊക്കെ ഭാഗമായുള്ള രീതിയിൽ അത് ഈ പറയുന്ന റിവേഴ്സ് മൈഗ്രേഷൻ അല്ല, കേരളത്തിൽ തന്നെ സാധ്യതകളിൽ ആളുകളെ നിലനിർത്താൻ പറ്റുന്ന വളരെ പ്രായോഗികമായ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ചിന്തകൾ അത് ഏത് തരത്തിലാണ്? ഇതിൽ സ്കൂൾ കാലഘട്ടം മുതൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വ്യത്യസ്തമായ ചില ചിന്തകൾ കൊടുക്കണം. അത് ഈ അടുത്ത കാലം വരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുട്ടികളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ചില പ്രത്യേക മേഖലകളിൽ പഠിക്കുക, ചില പ്രത്യേക വിഷയങ്ങൾ പഠിക്കുക, ചില പ്രത്യേക തൊഴിലുകളിലേക്ക് പോവുക, ഇത് മാത്രമായിരുന്നു. അതെ, അങ്ങനെ മാത്രം പോയതുകൊണ്ട് എന്താ സംഭവിച്ചേ? അത് പഠിച്ചിട്ട് ഇവിടെ രക്ഷയില്ല. അപ്പോൾ പിന്നെ രക്ഷയുള്ള എവിടെയെങ്കിലും പോയി അവിടുത്തെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാം. അപ്പോൾ അവിടെ എന്തെങ്കിലും ആ പഠനത്തോടൊപ്പം ജോലി കിട്ടുമല്ലോ. ഇവിടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി. അത് മാറ്റം വരുത്തും, അതിനുള്ള ചിന്തകൾ നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. അതായത് പഠിക്കുന്ന കാലത്ത് തന്നെ കുട്ടികളുടെ ഈ ഒരു ഇൻബോൺ ടാലൻ്റ് ഉണ്ട് ഓരോ വ്യക്തിക്കും. ഇപ്പം നിങ്ങളെ ഞാൻ ഒരു മത്സ്യത്തിൻ്റെ മൊത്ത വ്യാപാരിയാക്കിയിട്ടൊരു പണി തരാം, നിങ്ങളൊരു ഫ്രാഞ്ചൈസി എടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എടുക്കില്ല. അതിന് എത്ര ലാഭം ഉണ്ടായെന്ന് പറഞ്ഞാലും അല്ലേ? അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില മേഖലകളുണ്ട്, അവിടെ കിട്ടുന്ന സംതൃപ്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവന് സംതൃപ്തിയുള്ള ഒരു മേഖലയിൽ എത്തിയെങ്കിൽ മാത്രമേ ജീവിതം വിജയമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ സംതൃപ്തിയുള്ള ഒരു മേഖലയിൽ എത്തിയാൽ നിങ്ങൾ എത്ര പണിയെടുക്കാനും തയ്യാറാവും, എത്ര എഫർട്ട് ഇടാനും തയ്യാറാവും, അതിൻ്റെ ലാഭനഷ്ടങ്ങൾ പോലും നോക്കാതെ പോവും. ഒരു ഘട്ടം കഴിയുമ്പം നിങ്ങൾ ലാഭത്തിലെത്തുക തന്നെ ചെയ്യും. കാരണം അവിടെ നിങ്ങളുടെ പാഷൻ അനുസരിച്ച് നിങ്ങൾ എത്ര എഫേർട്ട് ഇടാനും, പാഷന് വേണ്ടിയുള്ള സമ്പൂർണ്ണമായ അധ്വാനം അവിടെ ഉണ്ടാവുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം പേർക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവന് ഇഷ്ടപ്പെട്ടതൊന്നും ഇഷ്ടം എന്താണെന്ന് പോലും അവൻ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല പലരും. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ എത്ര പേര് അവരുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? എന്നോ ഒരു കാലത്തിൽ പലവിധ കാരണങ്ങളാൽ സംവരണം കൊണ്ടും അല്ലാതെയും പരീക്ഷ എഴുതിയിട്ടും പാസ്സായിട്ടും ഒക്കെ ആയിട്ട് ഏതോ ഒരു വകുപ്പിൽ ഏതൊരു ഉദ്യോഗത്തിൽ കയറി. ഇപ്പോൾ ഒരു എല്ലാ പരീക്ഷ എഴുതുന്ന ഒരാൾ ചിലപ്പോൾ അയാൾക്ക് PSC പരീക്ഷ എഴുതി ഒരാൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ഏതിലായിരിക്കും? ജയിൽ വകുപ്പിലായിരിക്കും. അയാളുടെ ടേസ്റ്റുമായിട്ടോ അയാളുടെ ജീവിത ഭീഷണമായിട്ടോ ഒരു ബന്ധമില്ലാത്തൊരു മേഖലയിലായിരിക്കും കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ ഓരോ വകുപ്പിലേക്ക് അങ്ങ് പോവുക. അപ്പം ഇത് കിട്ടാത്തവര്, ഇത് കിട്ടില്ല എന്ന് ഉറപ്പുള്ള ചില സമൂഹങ്ങളുണ്ട് ഇല്ലേ? ഈ സർക്കാർ ജോലി എനിക്കെങ്ങും കിട്ടാൻ പോകുന്നില്ല, പ്രത്യേക ജാതിയിലും മതത്തിലും അല്ലെങ്കിൽ പ്രത്യേക സമുദായത്തിലൊക്കെ ജനിച്ചത് കൊണ്ടും നമുക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യവും കിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ കഴിവും പഠിത്തവും വെച്ചിട്ടും കിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് കയറിപ്പോകുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു നോക്കിയേ, വിദേശങ്ങളിലേക്ക് കയറിപ്പോകുന്ന, പഠിക്കാൻ വേണ്ടി എന്ന മട്ടിൽ പോകുന്ന വലിയൊരു ശതമാനം ആളുകൾ ആ പേഴ്സൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നിന്നാൽ വലിയ രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നവരാ. അല്ല, അതിൽ വസ്തുതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തൊഴിൽ തേടി പോകുന്നവരിൽ അങ്ങനെ ഒരു തൊഴിൽ വഴിയല്ല, യൂറോപ്പിലേക്കും കാനഡയിലേക്കും ഈ പറഞ്ഞ നാടുകളിലേക്കും പോകുന്ന സമുദായങ്ങളുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ അങ്ങനെയാണ്. ഗൾഫിലേക്ക് പോകുന്നല്ല ഞാൻ പറഞ്ഞത്, ഗൾഫിൽ പോകുന്ന തിരിച്ചു വരാൻ വേണ്ടി യൂറോപ്പിലേക്ക് പോകുന്നത് ഈ പറഞ്ഞ ഒരു ഗവൺമെന്റ് ജോലിക്കുള്ള സർക്കാർ ജോലി അങ്ങനെ ആ രീതിയിൽ വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിഫറൻസ് ആയിട്ട് സമീപകാലങ്ങളിൽ കിട്ടുന്നവർക്ക് താല്പര്യമാണ്. സർക്കാർ ജോലി കിട്ടുകയാണെങ്കിൽ ഏത് സമുദായത്തിൽ നിന്നും അവർ പോകാൻ തയ്യാർ തന്നെയാണ് മനുഷ്യരിന്ന്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ വെച്ച് നമ്മൾ ഇവരെ കാണുന്നതാണ്. സാറേ, ഒരു സർക്കാർ ജോലിയൊന്നും അവിടെ നിന്നാൽ കിട്ടില്ല, ഇനി നമുക്ക് അതിനുള്ള സാധ്യതയില്ല, പിന്നെ ആ നാട്ടിൽ നിന്നിട്ട് എന്താണ് കാര്യം? ഇവിടെ വന്ന് എന്ത് ജോലി നമുക്ക് എടുക്കാമല്ലോ, ആരെയും നോക്കണ്ടല്ലോ. വർക്ക്ഷോപ്പിൽ പണിയെങ്കിൽ അത്, ട്രക്ക് ഡ്രൈവറെങ്കിൽ അത്, കാരണം അവിടെ ഇതിനെല്ലാം മാന്യതയുണ്ട്, നല്ല വരുമാനമുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു സംഗതി കൂടിയില്ല ഇപ്പൊ ഈ പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാനുഷികാന്തസ് എന്ന് പറയുന്ന സംഗതി ഇപ്പം പുറത്ത് ഇന്ന ജോലി ചെയ്യാം, കേരളത്തിൽ ആ ജോലി ചെയ്താൽ സമൂഹം അവരെ ട്രീറ്റ് ചെയ്യുന്ന, സമൂഹവും കുടുംബവും മൊത്തം പൊതുബോധം അവരെ ട്രീറ്റ് ചെയ്യുന്ന വിധം അതൊരു പ്രശ്നമല്ലേ? അതെ. ഈ കുട്ടികളെ കുറച്ചുകൂടി വ്യത്യസ്തമായ തൊഴിൽ സാധ്യതകൾ എനിക്കുണ്ട്, എനിക്ക് പാഷനേറ്റായ പ്രവർത്തനത്തിനുള്ള മേഖലകൾ ഇവിടെയുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ഈ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കരിയർ സ്റ്റഡീസ്, ഈ
പഠനത്തോടൊപ്പം കോളേജിലേക്ക് കയറുന്ന കുട്ടികൾക്കെങ്കിലും അവന് ചില സംരംഭങ്ങൾ തുടങ്ങാനുള്ള സപ്പോർട്ട് കൊടുക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കുട്ടികൾ ഇവിടെ നിൽക്കും. ഒരു സാധ്യതയും വൈവിധ്യവും പഠിപ്പിക്കണം. സാധ്യതകൾ എന്ന് പറയുന്നത് ഒന്ന്, നമ്മൾ പണ്ട് മുതൽ തന്നെ ഈ സംരംഭങ്ങൾ സ്വന്തമായിട്ട് ആരംഭിക്കുന്നതിനെ ഒട്ടും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളൊരു സംരംഭകനാകാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് അത്ര തൃപ്തിയല്ലല്ലോ, കുടുംബം എന്തോ അപകടപ്പെടുത്താൻ പോവാണ്. എന്നാൽ PSC പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനം എല്ലാവർക്കും. ഇത് തന്നെയാണ് പ്രശ്നം. അല്ലെങ്കിൽ എൻട്രൻസിന് പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അവരെന്നാൽ സ്വയം ഒരു സംരംഭം ആരംഭിക്കാൻ തീരുമാനിച്ചു. 10 കൂട്ടുകാരെയും കൂടെ കൂട്ടി ഞാൻ ഒരു അലക്ക് കേന്ദ്രം ആരംഭിക്കാൻ പോകുന്ന ഒരാൾ പറഞ്ഞിരിക്കട്ടെ. ഈ പട്ടണത്തിൽ ഒത്തിരി പേർക്ക് വസ്ത്രം അലക്കി കൊടുക്കാറുണ്ടല്ലോ. ഞാനൊരു ഇൻഡസ്ട്രിയൽ മോഡലിൽ ഒരു അലക്ക് കേന്ദ്രം ആരംഭിക്കാൻ പോകുന്ന പറഞ്ഞാൽ വീട്ടുകാർ തന്നെ സമ്മതിക്കുമെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ ഇപ്പോൾ അത് മാറി തുടങ്ങി. ചെറുപ്പക്കാർ സ്റ്റാർട്ടപ്പുകൾ ധാരാളം ഉണ്ടായി തുടങ്ങി. ഇത് കുറച്ചുകൂടെ ഗംഭീരമായ സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പുകൾ. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും കോടി ജനങ്ങളുള്ള 3.5 കോടി ജനം എന്ന് പറയുന്നത് ചെറിയ നമ്പരൊന്നുമല്ല. ഇത്രയും ചെറിയൊരു ഭൂഭാഗത്ത് ഈ 3.5 കോടി ആളുകൾക്ക് വേണ്ട സേവനങ്ങൾ എന്തുമാത്രമുണ്ട്, പ്രോഡക്റ്റുകൾ എന്തുമാത്രമുണ്ട്. ഇതിനൊക്കെയുള്ള സാധ്യത നമുക്ക് ചില പ്രോഡക്റ്റുകൾ ഒരു മാസം 100 കസ്റ്റമറെ കിട്ടിയാൽ പോലും യൂറോപ്പിൽ ഒരാൾ സമ്പാദിക്കുന്നതിനൊക്കെ കൂടുതൽ സമ്പാദിക്കാവുന്ന സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകളെ തുറന്നു കാണിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം വരണം. അതായത് നമ്മൾ ബേസിക് സയൻസും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതോടൊപ്പം ജീവിക്കാനുള്ള ടെക്നിക്കുകൾ കൂടെ പഠിപ്പിക്കുന്ന, കരിയർ പഠിപ്പിക്കുന്ന, തൊഴിൽ മേഖലകളെ പരിചയപ്പെടുത്തുന്ന, സംരംഭകത്വം പരിശീലിപ്പിക്കുന്ന, അതിന് അവസരം കൊടുക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം കൂടെ വന്നു. കരിക്കുലം അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ സിലബസ് ഒന്ന് പൊളിച്ചു പണിയണം സാഹചര്യം വേണ്ടി വരും. പൊളിച്ചു പണിയണം. കാരണം എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാവേണ്ട ആളല്ല, എല്ലാവരും കോളേജ് അധ്യാപകനാവേണ്ട ആളല്ല, എല്ലാവരും സയൻറ്റിസ്റ്റ് ആവേണ്ട ആൾക്കാരല്ല, എല്ലാവരും എഞ്ചിനീയറോ ഡോക്ടറോ ആവേണ്ട ആൾക്കാരല്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പല മീഡിയ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ക്യാമറാമാരും എഡിറ്റർമാരും പലരും എഞ്ചിനീയർമാരാണ്, ബിടെക് കഴിഞ്ഞവരാ അല്ലേ. അവൻ 5 വർഷത്തെ ബിടെക്കും കഴിഞ്ഞിട്ട് അതല്ല അവൻ്റെ മേഖലയെന്ന് കണ്ടെത്തിയിട്ട് ക്യാമറാമാനായ എത്ര പേരുണ്ട്, സിനിമയിൽ തന്നെ എത്ര പേരുണ്ട്. അതെ, എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടുകൾ ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പോഴത്തെ താരങ്ങൾ പലരും എഞ്ചിനീയറിംഗ് പഠിച്ചവരോ പഠിച്ച് പൂർത്തിയാകാത്തവരോ ഒക്കെയാണ് അല്ലേ. വന്നവരുണ്ട്. ഇപ്പോഴത്തെ ബഹുഭൂരിപക്ഷം എനിക്ക് തോന്നുന്നത് ന്യൂ ജനറേഷൻ അഭിനേതാക്കളിൽ പലരും അതെ. അപ്പോൾ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ ഇപ്പോഴാണ് അവർക്ക് പറ്റിയത്. അവരുടെ മേഖലയെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ സിസ്റ്റം ആയിരുന്നില്ല നമ്മുടേത്. അത് തെറ്റാണെന്നല്ല, ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചത് തെറ്റൊന്നുമല്ല, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതും തെറ്റല്ല. പക്ഷേ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളുടെ കുട്ടികൾക്ക് വേറെയും സാധ്യതകളുണ്ട്, അനന്ത സാധ്യതകളുടെ ഒരു ലോകമാണ് ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രം എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം. കാരണം ലോകത്തിൽ ഏറ്റവും അധികം നമ്മൾ ആ ആംഗിളിൽ ചിന്തിച്ചിട്ടില്ല. 140-150 കോടി ജനങ്ങൾ, ഇത്രയും ചെറിയൊരു ഭൂഭാഗം. ഇന്ത്യ വലിയൊരു ഭൂഭാഗമൊന്നുമല്ല, ചൈനയുടെ ഒരു 1/3 പകുതിയിൽ കുറവേ ഉള്ളൂ. അത്രയും സ്ഥലത്ത് ഇത്രയും വലിയൊരു മാർക്കറ്റാണ്. കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരാൾക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ കൊണ്ടുപോയി എവിടെ വിൽക്കുന്നതിനും പ്രത്യേകിച്ച് ഒരു ലൈസൻസും വേണ്ട അല്ലേ. ഏത് സാധനം ഉണ്ടാക്കിയാലും കൂടിപ്പോയ GST ഏത് സ്റ്റേറ്റിലും ബാധകമാകുന്ന GST കൂടെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനം ഇന്ത്യ വിൽക്കാം. എന്നാൽ പാകിസ്ഥാനിൽ കൊണ്ട് വിൽക്കാൻ പറ്റില്ല, ഗൾഫിൽ കൊണ്ട് അങ്ങനെ വിൽക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു മാർക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുക. 150 കോടി ജനങ്ങളിലെ 1% വേണ്ട 0.5% ഉപയോഗമുള്ള ഒരു സാധനം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും വിൽക്കാനും പറ്റില്ലേ? നിങ്ങൾ ബില്യനെയറായോ അതോടെ? ഈ പറഞ്ഞ പുറത്തേക്ക് പോക്ക് ഇല്ല. പിന്നെ കേരളത്തിൽ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിലെ ഇപ്പം ഈ പുറത്തേക്ക് പോക്കിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ? വീടുകളിൽ വൃദ്ധർ മാത്രമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് തന്നെ വലിയൊരു അവസരമല്ലേ. ഹെൽത്ത് കെയർ ഒരു കോർ ഏരിയ. ഹെൽത്ത് കെയർ, അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ. ഇവരിൽ പലരും, മിക്കവാറും പേര് എന്തെങ്കിലും മരുന്ന് ഡെയിലി കഴിക്കുന്നവരായിരിക്കും. ഇവരെ ഇടയ്ക്ക് ആശുപത്രി കൊണ്ടുപോയി ചെക്കപ്പ് നടത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെ സർവീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ആരംഭിച്ചുകൂടെ? ഇങ്ങനെ അനന്തമായ സാധ്യതകൾ, സേവനങ്ങളുടെയും പ്രോഡക്റ്റുകളുടെയും അനന്തമായ സാധ്യതകളുള്ളൊരു വിപണിയാണ് നമ്മുടെ രാഷ്ട്രം എന്ന് നമ്മൾ പഠിപ്പിക്കണം പിള്ളേരെ. നിന്റെ ഏതാശയത്തിന് സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നത് പോലൊരു വിപണി കണ്ടുണ്ടല്ലേ. ഇത്ര ലക്ഷം മലയാളികളുണ്ട്, ഇത്ര കോടി മലയാളികളുണ്ട്. അവരിൽ 1% കണ്ടാൽ എനിക്ക് ഇത്ര സബ്സ്ക്രിപ്ഷനായി അല്ലെ ഇത്ര വ്യൂവർഷിപ്പായി എന്നുള്ള തിരിച്ചറിവല്ലേ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററെ പോലും സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ ഉള്ള ആയിരക്കണക്കിന് സാധ്യതകളെ ഈ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴേ പഠിപ്പിക്കണം. ഇവനെ പൈതഗോറസ് തീറം മാത്രം പഠിപ്പിച്ചാൽ പോരാ, അല്ലെങ്കിൽ മറ്റ് തീറങ്ങളും കണക്കിൻ്റെ ഇക്വേഷൻസും മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഈ ജീവിക്കാനുള്ള ടെക്നിക്കുകൾ ഇന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതൊക്കെ സാധ്യതകളാണെന്ന് മനസ്സിലാക്കുകയും ആ സാധ്യതയിലൂടെ നിനക്ക് ഇത്ര വളർച്ച ഉണ്ടാക്കാൻ പറ്റുമെന്നും ഈ പറഞ്ഞ സ്വിറ്റ്സർലൻഡിൻ്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ ഇവിടുത്തെ ഒരു കോടീശ്വരനായാലും പോരെ. അവിടെ പോയി സ്വിറ്റ്സർലൻഡുകാരൻ്റെ പണിയെടുത്തിട്ട് വേണമെന്നില്ലല്ലോ അതല്ല ആസ്വദിക്കാൻ. അല്ല, അപ്പോഴും അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അതാണ് ചോദ്യം. നിങ്ങൾ ജീവിതം കൊണ്ട് സ്വിറ്റ്സർലൻഡിലാണ്. അതെ, ഈ പറഞ്ഞ സഞ്ചാരി എന്നുള്ള രീതിയിലോ നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ ആ സ്വിറ്റ്സർലൻഡിന്റെ സൗഭാഗ്യം. അതിന്റെ ഏറ്റവും രസകരമായ കാര്യം ചിന്തിച്ചു നോക്കിയേ,
സ്വിറ്റ്സർലൻഡിൽ ജീവിക്കുന്നവനും 2 ആഴ്ച അടുപ്പിച്ച് അവധി കിട്ടിയ അവൻ കേരളത്തിലാണ്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് എന്ന് കേരളത്തിലേക്ക് അവധിക്ക് വരുന്നു എന്നുള്ളതാണ് അവൻ്റെ സ്വപ്നം മുഴുവൻ അവിടെ ജീവിക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഇവിടെ നിന്നിട്ട് അവിടത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ രാജാവായിട്ട് പോകൂ. സ്വിറ്റ്സർലൻഡിലേക്ക് ഞാൻ പറയും, നിങ്ങൾ അവിടെ എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ലിമോസിൻ നിങ്ങളെ സ്വീകരിക്കാൻ അവിടെ വരട്ടെ. നിങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ തന്നെ താമസിച്ച് അവധി ആഘോഷിക്കുന്ന സ്ഥിതിയിലെത്തൂ. ആ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ പണിക്കാരനായിട്ട് അവിടെ പോയി ജീവിക്കാതെ. നമ്മുടെ ഈ കരിക്കുലം ഡിസൈൻ ചെയ്യുന്നതും പദ്ധതി ഇടുന്നതും ഒക്കെ സത്യത്തിൽ സ്വതന്ത്രമായ ചിന്തയോടെ അല്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം, ചില അധ്യാപക സംഘടനകൾ അതിൻ്റെ എല്ലാം തീരുമാനമെടുക്കുന്നത്. അവരുടെ ഒരു വീക്ഷണത്തിനപ്പുറം അത് പോകുന്നില്ല. ശരിക്കും അതല്ലല്ലോ വരേണ്ടത്. മനസ്സിലായില്ലേ? അധ്യാപക സംഘടനകളുടെ പിടിയിൽ മാത്രം നിൽക്കേണ്ടതല്ല കരിക്കുലം റിവിഷൻ.